നമസ്കാരം. ഇന്ന് നമ്മൾ എറണാകുളത്താണ്. പ്രിസൈസ്ലി കൊച്ചിനിലാണ്. വൈപ്പിന് പോകുന്ന വഴിക്ക് ഒരു തുരുത്തിലാണ് വന്ന് പെട്ടിരിക്കുന്നത്. തുരുത്തിലേക്കകത്തേക്ക് കയറുകയാണ്. ഇത് എവിടെയാണ് സ്ഥലമെന്ന് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയോ? ഇതിൻ്റെ ബ്യൂട്ടിയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എവിടെയാണെന്ന് മനസ്സിലാവും. 4 ചുറ്റും നമുക്ക് കായലാണ്. മറഡോണ ഹട്ടെന്ന് കണ്ടു. അപ്പോൾ ആരാണ് ഒരു മറഡോണയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ചെയ്യുന്നതെന്ന് നോക്കി പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ബോഷെ അല്ലേ, ബോച്ചെ എന്നല്ലേ നിങ്ങൾ പറയുന്ന പോലെ അല്ലേ. നമ്മുടെ ഈ തുരുത്ത് അതിൻ്റെ ഒരു ഷാപ്പാണ്. മറഡോണ ഹട്ടിൻ്റെ കീഴിൽ നമ്മൾ സീ ഫുഡ് പ്ലാറ്റുണ്ട്. തിരുത്ത പൊള്ളിച്ചത്, സിലോപ്പി, ആവോലി, അല്ലെങ്കിൽ തവ, കരിമീൻ, കാളാഞ്ചി എന്നൊക്കെ പറഞ്ഞൊരു അവരുടെ ഒരു ബേസിക്കായിട്ട് ഒരു പ്ലാറ്ററാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നതെന്നാണ് റിസപ്ഷൻ ചോദിച്ചാൽ മനസ്സിലാക്കിയത്. ഇത് വളരെ കോമൺ പ്ലേസ് ആണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല നമ്മൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്. ഇത് ബോഷയുടെ ടോഡി ഷോപ്പ്. ഓക്കെ, തിരുത്ത് ഒരു ഫുൾ 4 ചുറ്റും കായലിനിടയ്ക്ക് നല്ലൊരു കൺവേർട്ടഡ് ഐലൻഡ് പോലെ അവർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു കോമൺ ഡൈനിങ് പ്ലേസിൽ എനിക്ക് അതിൻ്റെ കളർ കോമ്പിനേഷൻ ഇഷ്ടം. എല്ലാം ഒരു പച്ച നിറത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത്. മാർബിൾ ടേബിൾസും കൂടുതലും ടേബിൾസൊക്കെ സർവീസൊക്കെ അവർ ഈ പറഞ്ഞ പോലെ നമുക്ക് തന്നെ പ്ലേറ്റ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫുഡ് വിളമ്പുമ്പോൾ നമുക്ക് തന്നെ സെൽഫ് ഹെൽപ്പായിട്ട് കഴിക്കാൻ പറ്റും. അവിടെ വലിയൊരു ബിഗ് TV ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ട്. മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ചെറുതായിട്ട് ഡാൻസൊക്കെ കളിക്കാവുന്ന ഏരിയയൊക്കെ ഉണ്ട് അവിടെ. പിന്നെ നമ്മൾ ഓപ്പൺ കിച്ചണാണ് കേട്ടോ. ഓപ്പൺ കിച്ചണിനകത്താണ് ഇവരെല്ലാം പണിയുന്നത്. ഞങ്ങൾ കാലത്തോടെ വന്നുകൊണ്ട് ഒരു 11:30 എന്നുള്ള ആൾക്കാരൊന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലം. എന്നാലും രാവിലെ കുറച്ച് ഫാമിലിയും ഇൻഡിവിജ്വൽസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ബോഷെ ടോഡി ക്ലബ്ബല്ല, പബ്ബിലേക്ക് നമുക്ക് സ്വാഗതം അല്ലേ. പുള്ളി പറയുന്ന കോൺകർ വിത്ത് ലവ്, അതാണ് ചെമ്മന്നൂരിൻ്റെ ടാഗ് ലൈൻ. അതാണ് അത് തന്നെയാണ് ഞാൻ ഇവിടെ കണ്ടത്. നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള സ്റ്റാഫായിരുന്നു. ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഫാമിലി റൂംസാണ്. ഫാമിലി ഇവിടെ ഇപ്പം 4 പാടും കായലുണ്ട്. ഫാമിലികൾക്ക് ഇവിടെ ഇരിക്കാം. ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒരു 3 ഫാമിലി ഓൾറെഡി അവിടെ ഉണ്ട്. അവർക്ക് അവിടെ സ്പെഷ്യലായിട്ടൊരു വെയിറ്റർ അസൈൻഡ് ആണ് ഇവിടെ. അവർക്ക് വേണമെങ്കിൽ ഉണ്ടോ ഈ ചെറിയ ഊഞ്ഞാലോ എന്തെങ്കിലും ഇരുന്ന് ആടുന്ന പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കുട്ടികൾക്ക് അവിടുത്തെ കളിക്കാൻ ഒരു സൈഡ്. ഇതാണ് ഞങ്ങളുടെ ടേബിൾ. 6 പേർക്ക് ഇരിക്കാം. മിനറൽ ബോട്ടിലുണ്ട്, പ്ലേറ്റ്സ് ആൻഡ് ഗ്ലാസ്സസ് ആൻഡ് ഓൾ ദെയർ. അപ്പോൾ ഇവർക്ക് ജോലി എന്ന് പറഞ്ഞാൽ ഫുഡായിട്ട് കൊണ്ടുവരിക. പിന്നെ ആവശ്യമുള്ള സാധനം വീട്ടമ്മമാരോട് പറയാവുന്നേ ഉള്ളൂ. നീറ്റ് ആൻഡ് ടൈഡി പ്ലേസസ്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു 2 സൈഡായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡൈനിങ് പ്ലേസ് ഫോർ ദ ഫാമിലി. പിന്നെ മെനുവിൽ നമ്മൾ കിങ് ഫിഷ് സ്ലൈസ്, ബ്ലാക്ക് ഔലി, പിന്നെ ഫിഷ് ഐറ്റംസ് ഒക്കെ കൂടുതൽ, ബീഫ് റോസ്റ്റ്. പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ ഉണ്ടല്ലോ ബീഫിൻ്റെ റിബിൻ്റെ ഒരു അടിപൊളി സാധനം പുതുതായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ കഴിച്ചില്ല. തലക്കറി ഇവിടെ ഫേമസ് ആണെന്ന് പറഞ്ഞു. ഡക്ക് റോസ്റ്റ് ഇവിടെ ഫേമസ് ആണെന്ന് പറഞ്ഞു. പിന്നെ കരിമീന, ഞണ്ട്, കൊഞ്ച്. അപ്പം ഇതൊക്കെയാണ്. ഞങ്ങൾ എന്തായാലും എൻ്റെ കൂടെയുള്ള കസിൻ ആക്ച്വലി പുറത്തായതുകൊണ്ട് പുള്ളിക്കാരൻ കപ്പ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കപ്പയുടെ വിഭവങ്ങളാണ് ഞങ്ങൾ മെയിൻ കോഴ്സായിട്ട് ഓർഡർ ചെയ്തത്. പ്രത്യേകിച്ച് പാൽക്കപ്പ അടിപൊളിയായിട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. പാൽക്കപ്പ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ല അവസാനത്തെ ടെമ്പറിങ് ഒക്കെ ചെയ്ത അടിപൊളി സാധനം. അതിൻ്റെ കൂടെ ഞങ്ങൾ നെമ്മീൻ കറിയും വാങ്ങിച്ചിരുന്നേ. അതും മോശമില്ലായിരുന്നു. ഓരോരുത്തർക്കും എൻ്റെ ഗ്രേവി ഉണ്ടോ. ബേസിക്കലി നല്ലൊരു നല്ല നെമ്മീൻ്റെ ഒരു ഫീസും നല്ല മുളകിട്ട് അരിച്ച നെമ്മീൻ കറി. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഓർഡർ ചെയ്തത് കരിമീൻ പൊള്ളിച്ചത്. അത് ഞങ്ങൾ തുറന്നില്ല, പക്ഷേ ഞങ്ങളെല്ലാവരും ഓരോരോ കരിമീൻ കഴിച്ചു. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഇച്ചിരി ഞണ്ട് റോസ്റ്റ്, കൂന്തൽ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ചു. പിന്നെ ഇച്ചിരി കൊഞ്ച്. ഇതെല്ലാം കഴിച്ചപ്പോൾ ഞങ്ങളുടെ വയറ് ഫില്ലായി. പിന്നെ നമ്മളെപ്പോഴും ഇവിടെ എന്തിനാണ് വരുന്നത്, ഇച്ചിരി കള്ള് കഴിക്കാനാണ്. കള്ള് വന്ന് നമ്മൾ രുചിച്ച് നോക്കി. കള്ളിനും തെറ്റൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. ബോഷയുടെ ഫിഷ് ഫാം ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ കണ്ടോ, ഈ ഒരു ബോട്ട് ഹയർ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് അതിനകത്തിരുന്ന് കഴിക്കാം. അപ്പോൾ ഇവിടെ കാണുന്ന ഒരു സ്പെഷ്യൽ VIP ഗസ്റ്റിന് വേണ്ടിയിട്ട് അവർ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കയറ്റി വിടുന്നൊരു തിരക്കാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ കായലൊക്കെ സഞ്ചരിച്ച് ഒരു 2 മണിക്കൂറൊക്കെ അല്ലെങ്കിൽ 1 മണിക്കൂർ എത്ര സമയം വെച്ച് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡും കള്ളുമൊക്കെ കഴിച്ച് നമുക്ക് തിരിച്ച് അങ്ങനെ എൻജോയ് ചെയ്യാം. ഫാമിലി പിന്നെ ഫുഡ് രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മെനുവിൽ കണ്ട പല ഐറ്റംസ് ഉണ്ട്. ഡക്കുണ്ട്, ബീഫുണ്ട്, ചിക്കനുണ്ട്. എന്നാലും കൂടുതൽ ഒരു ഫിഷാണ്. ബിക്കോസ് ബേസിക്കലി ഫാമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം ഇവിടെ ഇത് അവർ
ഫിഷാണ് കൂടുതൽ സജസ്റ്റ്. ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ AC കോട്ടേജസ് ഉണ്ട് കേട്ടോ, 3-4 AC കോട്ടേജസ് ഉണ്ട് കേട്ടോ. AC കോട്ടേജസ് ഏറ്റവും ഒടുവിലോടാണ്, ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ഒടുവിലോടാണ്. ഈ പിക്ചറിൽ കാണുന്ന ചേട്ടായിയാണ്, വലിച്ചിട്ട് തിരക്കാണെങ്കിലും ഈ ഇത്ര ഏരിയ പുള്ളിയുടെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ഇതൊരു നമ്മൾ ഈ ഭാഷയെ പറഞ്ഞൊരു പാൻട്രിയാണ്. അപ്പം പുള്ളി ഇവിടുത്തുകാരനല്ല, പുള്ളിയും കുറേ ഇൻഫോർമേഷൻസൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞു ഇനിയിപ്പോൾ അങ്ങ് തിരക്ക് തുടങ്ങത്തേ ഉള്ളൂ സാറേ, AC കോട്ടേജ് വേണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണമെന്നും പറഞ്ഞു. പക്ഷേ ചൂട് സമയമാണെങ്കിലും ഈ കായലൊക്കെ അടുത്തുള്ളതാണ്, ഞങ്ങൾക്ക് അധികം ചൂട് ഫീൽ ചെയ്യില്ല. ഞങ്ങൾ മറ്റേ ഫാമിലി കോട്ടേജസ് ഇരുന്ന് അതുമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. എല്ലായിടത്തും പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു എൻവയൺമെൻറ്റായിട്ട് എനിക്ക് തോന്നുന്നു, ക്ലീൻ ആൻഡ് ടൈഡി ആൻഡ് വെൽ മെയിൻറ്റെയിൻ. ഞങ്ങൾ പെട്ടെന്ന് വന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് ഷെഫുമാരോടും മറ്റൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ അവർ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് അവരുടെ മെനുവിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും പഠിക്കാൻ ഞങ്ങൾ അടുത്തൊരു എപ്പിസോഡ് ഇവിടെ വരാമെന്നും പറയുന്നുണ്ട്. നോക്കട്ടെ, നല്ലൊരു എപ്പിസോഡ് ചെയ്യാൻ. എനിക്ക് ആപ്പാടെ ഒരു വിഷമം ഇവിടെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സമയം അതിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലേക്കിൻ്റെ ഒരു ലേക്ക് സൈഡ് ഡൈനിങ് ഉണ്ടെന്ന് അത് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു, അത് നടന്നില്ല. അതായിരിക്കണം ഞാൻ നേരത്തെ കൊണ്ടുപോകുന്നത് ഒരു ബോട്ടിനകത്ത്. പിന്നെ ബോട്ട് റൈഡ്സും ഒക്കെ ഉണ്ടെന്ന് പറയണു. പിന്നെ ബോച്ചയാണ് കല്ലെടുക്കാൻ കയറുന്നത് കേട്ടോ. ഇവിടെ ഏറ്റവും വലിയൊരു ഇതായിട്ട് തോന്നിയെങ്കിൽ അധികം മെനുവിൽ അധികം ഡെസേർട്ട് എനിക്ക് കണ്ടില്ല. പക്ഷേ എനിക്ക് അധികം ഡെസേർട്ട് കാണാത്തവർക്ക് സ്വന്തമായിട്ടൊരു കുൽഫിയുടെ ഒരു സ്റ്റോർ അവിടെ ഉള്ളതുകൊണ്ടായിരിക്കണം, അതായിരിക്കും അവർ കൂടുതൽ സെല് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഫിഷ് ടാങ്ക്സും മറ്റു കാര്യങ്ങളും എല്ലാം കൊണ്ടൊരു നല്ലൊരു ഏരിയ ആയിട്ട് തോന്നി. ഞങ്ങൾ പോകാൻ നേരത്തെ ആയപ്പോഴത്തേക്ക് ആൾക്കാർ താണ്ട് നിൽക്കുക, നമ്മുടെ പോർഷൻ ആൾക്കാർ വന്ന് തുടങ്ങിയിരിക്കണം. ഓക്കെ, പതുക്കെ തിരക്കായി തുടങ്ങിയിരിക്കുന്നു. റിസപ്ഷനിലെ സ്റ്റാഫും ഒക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെ മനോഹരമായിട്ട് നല്ലൊരു ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു. വെരി നൈസ്. കൂടുതലായിട്ട് ഇൻഫോർമേഷൻസ് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഒക്കെങ്കിൽ നമുക്ക് അടുത്തൊരു എപ്പിസോഡ് ഇതുമായിട്ട് വരാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇത്രയും നിങ്ങൾ എന്നെ കണ്ട് പ്രോത്സാഹിപ്പിച്ച് വളരെ നന്ദിയുണ്ട്. മറഡോണയുടെ പേര് ഇപ്പോഴും കേരളത്തിൽ നിലനിർത്തുന്നത് നമ്മുടെ ബോച്ചയ്ക്ക് ഒരു വലിയൊരു തോട്ട് പ്രോസസ്സാണെന്ന് എനിക്ക് വിചാരിക്കുന്നു. എനിവേ, ഹിസ് ഐഡൽ ഹി ഹാസ് മെയ്ഡ് ഇൻ ടു അദ്ദേഹത്തിനൊരു ഹട്ടൊക്കെ ഇവിടെ നിർമ്മിച്ച് അദ്ദേഹം ഫുഡൊക്കെ സെർവ് ചെയ്യുന്നു. ആൻഡ് ഐ തിങ്ക് ഹി ഈസ് ട്രൈങ് ടു ഡു എവറിത്തിങ് ടു കോൺകർ ലവ്. സോ ഗ്രേറ്റ് പ്ലേസ്. കൂന്തൽ അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ എനിക്കും കൂന്തലും ഞണ്ട് റോസ്റ്റ് അടിപൊളിയായിരുന്നു. അപ്പോൾ നിർത്തട്ടെ, അടുത്തൊരു എപ്പിസോഡ് വരുന്നവരെ നമുക്ക് കാണാം, കേൾക്കാം. പുതിയൊരു എപ്പിസോഡായിട്ട് വരാം. നന്ദി, നമസ്കാരം. എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ.